അപ്പോൾ എല്ലാവരും ഓടി വായോ, നമുക്ക് ഇന്നൊരു ചിക്കൻ ഫ്രൈ കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ നിങ്ങളെ കാണിക്കാം. അപ്പം വലിയ ഇതൊന്നും അല്ല എങ്കിൽ എൻ്റെ അറിവിലുള്ള ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക്, ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, മല്ലിയില, കറിവേപ്പില, ഒരു 5-8 കഷ്ണം വറ്റൽമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നല്ല പേസ്റ്റ് രീതിയിൽ നമുക്ക് ഇതാക്കിയിട്ട് വരാം. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വെള്ളുള്ളിയുടെ തൊലി കളയത്തില്ല, ഇഞ്ചിയുടെയും തൊലി കളയത്തില്ല. നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, പക്ഷേ ഞാൻ അതിൻ്റെ തൊലി കളയുന്നില്ല. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചിക്കൻ്റെ മുകളിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന്, രുചിക്ക് ആവശ്യത്തിന് മാത്രം ചേർക്കുക. കാരണം ഓരോരുത്തർക്കും ഓരോ പാകമായിരിക്കും ഉപ്പ്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഏറെ ഇട്ടാൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നവർ ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നിറത്തിനും എരിവിനനുസരിച്ചിട്ടും വേണ്ട നിറം അനുസരിച്ചിട്ടും മുളക് പൊടി ചേർക്കും. ഒരുപാട് നമുക്ക് അരപ്പായാലും ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചേർക്കുന്ന എല്ലാം ഒരു കുറച്ച് ചിക്കൻ പീസല്ലേ ഉള്ളൂ, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഇച്ചിരി തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ലോണം ആ വെള്ളമെല്ലാം പറ്റി ഇതൊന്ന് വെന്ത് കിട്ടുന്ന ഒരു ടൈമേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ല. ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അടുത്ത ജോലിക്ക് പോയപ്പോൾ ഫുള്ള് വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് പക്ഷേ അടിക്ക് പിടിച്ചിട്ടില്ല. നമുക്ക് ആ പീസ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് ഇടാം. അപ്പോൾ എണ്ണയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ ആണെങ്കിലും എന്താണേലും ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുത്താൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുന്ന ലിഡ് വെച്ച് അടയ്ക്കരുത്. നമുക്ക് എപ്പോഴും ഒരു ഹോളുള്ള ഗ്ലാസിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് എണ്ണയിലോട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് അടച്ച് വെച്ച് എല്ലാം ഒന്ന് വേവുമ്പോഴത്തേനും നമുക്ക് ഗ്ലാസ് ലിഡിൻ്റെ അകത്തൂടെ ആകുമ്പോൾ കാണാം. തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല, എല്ലാവരും ചേർക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞാൻ വെച്ച രീതി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ സംഭവം സെറ്റാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്.